ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാണ് നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ, നമ്മുടെ പനിനീർ ചെടി, അതായത് റോസാ ചെടിയുടെ വീഡിയോ ഇട്ടിട്ടാണ്. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടേതായത് പൂവൊക്കെ ഇത് നിറയെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ വെട്ടിക്കളയാനുള്ള പൂക്കളുണ്ട്. ഇത് നമ്മളൊപ്പം ആയിട്ട് വെട്ടിക്കളയാൻ വെച്ചിട്ടാണ് കേട്ടോ വെട്ടിക്കളയാത്തത്. അപ്പോൾ ഒരുമിച്ച് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ അത് ഒരുമിച്ചിട്ട് ഒരേപോലെ ഇങ്ങനെ പൂവുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഇതേപോലെ കണ്ടോ, ഒരേപോലെ ഇങ്ങനെ പൂവ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ വേറെ സെപ്പറേറ്റ് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചിലപ്പോൾ അത് മൊട്ടായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ അത് അവിടെ നിൽക്കട്ടെ, അത് പിന്നെ പൂവായിട്ട് വാടിയിട്ട് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാവുന്നതാണ് ഈ ഒരു ആദ്യം വാടുന്ന പൂക്കളൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു അത്ഭുതം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളിതുണ്ട് എറണക്കുട്ടൻ കൂടെ ഓടി വന്നതാണ് കേട്ടോ, എറണക്കുട്ടൻ. അപ്പോൾ എന്താണെന്ന് വെച്ചതുണ്ട്, ഈ ഒരു കൊമ്പിൽ കണ്ടില്ലേ, ഇതൊരു കൊമ്പ് കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു കൊമ്പിൽ പൂവ് കണ്ടില്ലേ, പിങ്ക് കേട്ടോ. അതിൽ വാടിയ പൂവുണ്ട്. ഇതുണ്ട് നമ്മൾ റെഡ് റോസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അതേ ഇതിൽ തന്നെയാണ് കേട്ടോ വേറൊരു കൊമ്പായിട്ട് വന്നിട്ട് അതിലൊരു പൂവുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു അത്ഭുതം നിങ്ങളെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതാ വീഡിയോ ചെയ്തിട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇത് ഭംഗി പിന്നെ അതൊരു റെഡ് ഡ്രസ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പിങ്ക് കളർ ഉണ്ടാവുക പറയുമ്പോൾ ഒരു നമുക്കൊരു അത്ഭുതമാണല്ലോ. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നറിയില്ല, ഇങ്ങനെ ഒരു പൂവ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളുടെ റെഡ് റോസിൻ്റെ ഇടയിൽ ഒരു പിങ്ക് കളർ റോസ് പൂ ഉണ്ടായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ചെയ്തതാണ്. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിന് വെട്ടി കൊടുക്കണതും പിന്നെ ഇതിന് വളം ചെയ്യണതും ഇതിന് പ്രത്യേകിച്ച് വളം ചെയ്യാനെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, അതും പിന്നെ ചായപ്പൊടി, പിന്നെ അതുപോലെ തന്നെ മുട്ടയുടെ തോടൊക്കെ ഉണ്ടാവില്ലേ, അത് പൊടിച്ചിട്ടോ അതിട്ട് കൊടുക്കുക ചെയ്യാൻ. വേറെ നമ്മൾ പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ചെയ്ത് കൊടുക്കണില്ല. അപ്പോൾ ഇത്രയും ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ.